മാധ്യമങ്ങൾ പടച്ചുവിടുന്നതൊന്നുമല്ല അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പൊതുവികാരം എന്ന് പറയുന്നത്. മാധ്യമങ്ങൾ അടച്ചുവിടുന്നതല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ്. മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ മാധ്യമങ്ങളിൽ കയറിയിരുന്നു കൊണ്ട് അവർ പറയുന്നതൊക്കെ അവരുടെ താല്പര്യങ്ങളും അവരുടെ സ്ഥാപനത്തിന്റെ താല്പര്യങ്ങളും മാത്രമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്നുള്ളത് ഇന്നലെ തെളിഞ്ഞിരിക്കുകയാണ്. പൊതുജനം അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെയാണ്. ഇന്നലെ ഇതേ തരത്തിൽ ഇനി ഇവർ എന്ത് പറയും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ആകത്തുക നമ്മൾക്കറിയേണ്ടത്. കാരണം മുഖ്യധാരാ മാധ്യമങ്ങളിൽ വളരെ ശ്രദ്ധേയമായ സ്ഥാനമുള്ള ഒരു മാധ്യമ സ്ഥാപനമാണ് മനോരമ ന്യൂസ് എന്ന് പറയുന്നത്. ഈ മനോരമ ന്യൂസ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ചില പോളുകൾ, ചില സർവേകൾ അവർ നടത്തിയിരുന്നു, ചില അഭിപ്രായ സർവേകൾ അവർ നടത്തിയിരുന്നു. ആ അഭിപ്രായ സർവേകൾ നാളെ 15-ാം തീയതി, അതായത് നാളെ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കണമോ എന്നുള്ളതാണ്. ഈ അഭിപ്രായ സർവേകൾ ഈ മാപ്രകളുടെ അണ്ണാക്കിലടിക്കുന്ന ആൻസറുകളാണ്, ഉത്തരങ്ങളാണ് ജനങ്ങൾ നൽകിയത് എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഇത്രയും ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടുന്നതും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പടച്ചുവിടുന്നതും ഒക്കെ ജനങ്ങൾ കണ്ട് മടുത്തിരിക്കുകയാണ്. നിങ്ങൾ പറയുന്നതല്ല പൊതുജനത്തിന്റെ അഭിപ്രായം. നിങ്ങൾ അങ്ങനെ ഈ പൊതുജനത്തിന്റെ ഹോൾസെയിൽ അഭിപ്രായക്കാരായി മാറേണ്ട കാര്യമില്ലെന്ന് ജനങ്ങൾ അങ്ങ് തെളിയിച്ചു കൊടുക്കുകയാണ്. ഇന്നലെ മാധ്യമമായ ഈ മനോരമ ന്യൂസ് ഒരു പോൾ സർവേ നടത്തി. ഇന്നലെ അവർ 2 തരത്തിലാണ് അഭിപ്രായ സർവേകൾ നടത്തിയത്. അത് ഒന്ന്, ഒരു കാർഡ് പോസ്റ്റ് ചെയ്തുകൊണ്ട് രാഹുൽ വരണമോ വേണ്ടയോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തൂ എന്ന് പറഞ്ഞു. മറ്റൊന്ന് ഒരു പോൾ സർവേ ആയിരുന്നു. ആ പോളിൽ അവർ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരണയോ വേണ്ടയോ എന്ന്. ഈ പോളിൽ 2 ഓപ്ഷനുകളാണ്, വേണം വേണ്ട എന്നുള്ളത്. ഈ പോളിൽ ഇന്നലെ വോട്ട് ചെയ്തിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റാണ്. ഇതിൽ ഇന്നലെ ഇത്രയും നേരം, ഇന്നലെ മുതൽ ഈ നേരം വരെ 16 മണിക്കൂറായി അത് പോൾ ഇട്ടിട്ട്. ഇത് യൂട്യൂബിൽ ഇട്ടതാണ് കേട്ടോ. 14 മണിക്കൂറായിട്ട് ഇട്ടിരിക്കുന്ന ഈ പോളിൽ 12,000-ലധികം ആളുകൾ വോട്ട് ചെയ്തു. 12,000-ലധികം ആളുകൾ വോട്ട് ചെയ്തു. അതിന്റെ 79%, അതായത് 80% ആളുകളും പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരണമെന്നുള്ളത്. 20% ആളുകൾക്ക് രാഹുൽ വരേണ്ട എന്നുള്ള അഭിപ്രായമാണ്. ബട്ട് 80% ആളുകളും പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരണം എന്നുള്ളത്. ഈ വരണം എന്നുള്ളത് പറയുമ്പോൾ തന്നെ ഇവർ മറ്റൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, രാഹുൽ നിയമസഭയിൽ വരണോ, പ്രേക്ഷകർക്ക് പ്രതികരിക്കാം, അഭിപ്രായം കമന്റായി പറയൂ എന്ന്. ഇതാണ് അവരുടെ ആ പോസ്റ്റ്. ഇത് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ യൂട്യൂബിൽ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പോസ്റ്റ് ചെയ്ത ഫേസ്ബുക്കിൽ ഇട്ട ആ ഒരു പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഓഫ് കോഴ്സ് ഈ പോളുകളിൽ 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഒന്ന്, രാഹുൽ വരണോ വേണ്ടയോ എന്നുള്ളത്. അതിൽ വേണമെങ്കിൽ വേണമെന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യാം, വേണ്ട എന്നാണെങ്കിൽ വേണ്ട എന്ന് ക്ലിക്ക് ചെയ്യാം. ബട്ട് ഇവിടെ കമന്റ് ആയിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ പറഞ്ഞെടുത്ത് ആ പോസ്റ്റിന് വലിയ സ്വീകാര്യതയാണ് ഫേസ്ബുക്കിൽ ലഭിക്കുന്നത്. ആ പോസ്റ്റിന് ഓൾമോസ്റ്റ് ഒരു 16,000-ലധികം ലൈക്കുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കമന്റുകളും നിറയുകയാണ് കമന്റ് ബോക്സ്. ആ കമന്റ് ബോക്സ് നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 99% ആളുകളും പറയുന്നു രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ വരണം, അയാൾ എന്തിനു വരാതിരിക്കണം. മുകേഷ് ഇരിക്കുന്ന നിയമസഭയിൽ അയാൾക്ക് വരാം, AK ശശീന്ദ്രൻ ഇരിക്കുന്ന നിയമസഭയിൽ അയാൾക്ക് വരാം. അപ്പോ ഇത്തരത്തിൽ പി ശ്രീരാമകൃഷ്ണൻ സ്പീക്കർ ആയിരുന്ന നിയമസഭയിൽ അയാൾക്ക് വരാം, തോമസ് ഐസക്കും കടകംപള്ളി സുരേന്ദ്രനും ഇരുന്ന നിയമസഭയിൽ അയാൾക്ക് വരാം. അപ്പോ അയാൾക്ക് നിയമസഭയിൽ വരുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല എന്ന് ജനങ്ങൾ പറയുന്നു. ഇത് ജനങ്ങളാണ് പറയുന്നത്. മാധ്യമങ്ങൾ അവരുടെ ഇൻട്രസ്റ്റുകളും അവരുടെ താല്പര്യങ്ങളും അവർക്ക് കിട്ടിയ നക്കാപ്പിച്ചകൾക്ക് അനുസരിച്ച് പറയുന്നതല്ല. ജനം പറയുന്നു, ജനം അവരുടെ അഭിപ്രായം പറയുന്നു, രാഹുൽ വരണമെന്ന്. ഇവിടെയാണ് രാഹുലിനെതിരെ ഈ പടച്ചു വിട്ടിരിക്കുന്ന കോലാഹലങ്ങളും ആരോപണങ്ങളും ഒക്കെ. മാധ്യമങ്ങൾ പടച്ചുവിട്ട കോലാഹലങ്ങളൊക്കെ അതല്ല, ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്. ജനമനസ്സുകളിൽ ഇതുവരെ രാഹുലിനൊരു കോട്ടം തെറ്റിക്കാൻ, രാഹുലിന്റെ രോമത്തിൽ തൊടാൻ
ഈ മാപ്രകളെ കൊണ്ടും ഈ ഗൂഢാലോചനക്കാരെ കൊണ്ടും ഈ ആരോപണങ്ങൾ ഉന്നയിച്ചവരെ കൊണ്ടും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ആരോപണങ്ങൾ അത്രയും അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ്. ഇനി ഈ കമന്റ് ബോക്സ് ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ വളരെ വ്യക്തമായിട്ട് എന്തുകൊണ്ട് ഞങ്ങൾ രാഹുൽ വരണമെന്ന് പറയുന്നതിന്റെ കാര്യകാരണം സഹിതം ഓരോ പ്രേക്ഷകരും രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ജനം പറയുന്നു രാഹുൽ നിയമസഭയിൽ വരണമെന്ന് ഞങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണവും ഞങ്ങൾക്കുണ്ട്. ഓരോന്നും വളരെ വ്യക്തമാണ്, സുവ്യക്തമാണ്. മാപ്രകളെ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ. നിങ്ങളുടെ അണ്ണാക്കിൽ കയറിയ ജനങ്ങൾ പൊട്ടിച്ചിരിക്കുന്നത്. നിങ്ങൾ പറയുന്നതല്ല ഇവിടുത്തെ പൊതുഅഭിപ്രായം, അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ജനങ്ങൾ പറയുന്നു ജനവികാരം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പടച്ചു വിടുന്നത് അതല്ല പൊതുവികാരം. പൊതുവികാരം എന്ന് പറയുന്നത് നിങ്ങൾ ജനങ്ങളെ കേൾക്കാതെ ജനങ്ങളെ അറിയാതെ പലതും പടച്ചു വിടുന്നത്, ജനത്തിന്റെ പേരിൽ പടച്ചു വിടുന്നത്. എത്ര നക്കാപ്പിച്ച എത്ര ലക്ഷങ്ങളാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നതെന്ന് നിങ്ങൾ വ്യക്തമാക്കണം. ഇത് മാധ്യമ പ്രവർത്തനമാണോ അതോ കൂട്ടിക്കൊടുപ്പാണോ എന്നുള്ളത് കൂടി നിങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. തീർച്ചയായും രാഹുൽ വരണം. മുഖമില്ല, തെളിവുകളില്ല, പരാതികളില്ല. ഒരു ചെറുപ്പക്കാരന്റെ ഭാവി തകർക്കാനുള്ള കമ്മികളുടെ ഗൂഢാലോചന മാത്രമാണെന്ന് പറയുന്നു. യെസ്, എന്താണ് അയാൾ ചെയ്ത നിയമവിരുദ്ധ പ്രവർത്തനം? എവിടെയാണ് തെളിയിക്കപ്പെട്ടതുള്ളത്? ആരാണ് പരാതിക്കാര്? എവിടെയാണ് FIR? വല്ല അറസ്റ്റോ നടപടികളോ മറ്റോ ഉണ്ടായോ? ഇനി അന്വേഷണം ഉണ്ടെങ്കിൽ അതിന്റെ നിലവിലെ സ്റ്റാറ്റസ് എന്താണ്? ഒരു ജനപ്രതിനിധിയെ ഇങ്ങനെ മൂലക്കിരുത്താമോ? സമാന ആരോപണം നേരിടുന്നവർ നിയമസഭക്ക് അകത്തും പുറത്തുമുണ്ടല്ലോ. ഇതൊക്കെ വ്യക്തത ആക്കുന്നത് വരെ രാഹുൽ തീർച്ചയായും മണ്ഡലത്തിലും നിയമസഭയിലും ഉണ്ടാവണമെന്ന് പറയുന്നു. അതായത് ജനങ്ങൾക്ക് അവരുടെ കാഴ്ചപ്പാടുകൾ, നട്ടെല്ലുകൾ, നിലപാടുകൾ അത് കൃത്യമായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളെപ്പോലെയല്ല മാധ്യമങ്ങളെ, നിങ്ങളെപ്പോലെ കൂട്ടിക്കൊടുപ്പ് കടത്തുന്ന നക്കാപ്പിച്ച വാങ്ങിയിട്ട് നക്കിയിട്ട് അതിനനുസരിച്ച് തുള്ളുകയും പേഡ് ന്യൂസുകൾ പടച്ചുവിടുകയും ഇല്ലാ കഥകൾ പടച്ചുവിടുകയും സെൻസേഷനും വ്യൂവർഷിപ്പും മാത്രം മുൻകൂട്ടി നിർത്തിക്കൊണ്ട് രാഹുലിനെ വേട്ടയാടുകയും ചെയ്യുന്ന ഈ കൂട്ടിക്കൊടുപ്പിന്റെ മാധ്യമ പ്രവർത്തനമല്ല. ജനമെന്ന് പറയുന്നത് നട്ടെല്ലുള്ളവരാണ്, നിലപാടുള്ളവരാണ്. നിങ്ങളുടെ മുന്നിൽ തെളിയിക്കുകയാണ്. രാഹുൽ വരണമെന്ന് ജനം പറയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണകാര്യങ്ങൾ സഹിതമാണ് അവർ പറയുന്നത്. അവർക്ക് വ്യക്തമായ നിലപാടുകൾ ഉണ്ടെന്ന് നിങ്ങൾ ഇന്നലെ നടത്തിയ ഈ സർവേകൾ തെളിയിക്കുകയാണ്. കോടതിക്ക് മുന്നിലോ പോലീസ് സ്റ്റേഷനിലോ അദ്ദേഹത്തിനെതിരെ കുറ്റകരമായ ഒരു പെരുമാറ്റ വിശേഷവും ഇതുവരെ കണ്ടില്ല. പിന്നെ എന്തിനു വരാതിരിക്കണം? കുറ്റമില്ലാത്തവനെ കുറ്റം വിധിക്കാൻ ഇരിക്കുന്ന മഹാഭീകരന്മാർ ഇരിക്കുന്നിടത്തേക്കാണ് രാഹുൽ എത്തുന്നത് എന്ന കാര്യം അദ്ദേഹം മറക്കരുത് എന്ന് മാത്രം. അദ്ദേഹം സൂചിപ്പിക്കുന്നത് നിയമസഭയിൽ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളെ കുറിച്ചാണ്. നിയമസഭയിൽ ആരാണ് പ്രതിഷേധിക്കുന്നത്? ആരാണ് പ്രതിഷേധിക്കേണ്ടത്? ശിവൻകുട്ടിയാണ് പ്രതിഷേധിക്കേണ്ടത്. ശിവൻകുട്ടി ആരാണെന്ന് നമുക്കറിയാം. മുകേഷാണോ പ്രതിഷേധിക്കേണ്ടത്? അതോ ഇവരെയൊക്കെ സംരക്ഷിച്ചു പിടിക്കുന്ന കടകംപള്ളിയെയും P ശശിയെയും PK ശശിയെയും P ശ്രീരാമകൃഷ്ണനെയും തോമസ് ഐസക്കിനെയും KT ജലീലിനെയും ഇവടങ്ങുന്ന ഈ പീഡന വീരന്മാരെ ഒക്കെ സംരക്ഷിച്ചു പിടിക്കുന്ന ഈ പറയുന്ന പിണറായി വിജയനാണോ രാഹുലിനെതിരെ പ്രതിഷേധിക്കേണ്ടത്? അപ്പോ കൈയില്ലാത്തവൻ, രണ്ട് കൈയും ഇല്ലാത്തവനാണോ വിരലില്ലാത്ത രാഹുലിനെ രാഹുലിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർത്തേണ്ടത്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 100% അദ്ദേഹത്തിന് വരാം. മുകേഷിനും ഗണേശനും ശശീന്ദ്രനും ഒന്നുമില്ലാത്ത അധിക ധാർമ്മികത ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ട. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ട് ആ പ്രേക്ഷകൻ പറഞ്ഞത്. വളരെ സിമ്പിൾ. ഇവർക്കൊന്നുമില്ലാത്ത ധാർമ്മികതയും ലോജിക്കും രാഷ്ട്രീയ മര്യാദയും ഒന്നും രാഹുലിനും വേണ്ടെന്നേ. രാഹുലിന് മാത്രം എന്താണ്? അയാൾ മാത്രം എല്ലാ ധാർമ്മികതയും മാത്രം പിടിച്ചു വെക്കണമെന്നാണ്. അയാൾ മാത്രം ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കണമെന്നാണ്. അയാൾക്കെതിരെ നിങ്ങളുടെ പോലീസിനെ കൊണ്ട് ഒരു FIR, ഒരു അറസ്റ്റ് വാറണ്ട് ഇറക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല. പിണറായി വിജയന്റെ പോലീസിനെ കൊണ്ട് രാഹുലിനെതിരെ ഒരു അറസ്റ്റ് വാറണ്ട്, ഈ മുകേഷ് അടക്കമുള്ളവർ ഒളിവിൽ പോയതല്ലേ? മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ വക്കീലന്മാരുടെ, അഡ്വക്കേറ്റ്മാരുടെ സഹായത്തോടു കൂടി മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ നൽകിയിട്ട് ഇവരൊക്കെ മുങ്ങി നടന്നവരല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും അടൂരിലെ വീട്ടിലുണ്ടല്ലോ. ഏതെങ്കിലും പോലീസുകാരനെ അടൂരിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട് പടിക്കലത്ത് ചെന്ന് അയാളോട് കമ എന്നൊരു അക്ഷരം മിണ്ടാനുള്ള ധൈര്യമുണ്ടോ? അയാൾക്കെതിരെ വ്യക്തമായ ഒരു പരാതി പോലും കണ്ടെത്താൻ കഴിയാത്ത പോലീസാണോ ഇയാൾക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കേണ്ടത്? നിങ്ങൾ എന്താണ് പറയുന്നത്? അയാൾക്കെതിരെ ഉള്ളത് ആരോപണം മാത്രമെന്ന് പോലീസ് തന്നെ തെളിയിക്കുകയല്ലേ?
നിങ്ങൾ ഇത്രയും ദിവസം അന്വേഷിച്ചിട്ട് ഒരു വ്യക്തമായ ഒരു പരാതിക്കാരനെ കണ്ടെത്താൻ, എന്തെങ്കിലും ഒരു തെളിവ് കണ്ടെത്താൻ, ഏതെങ്കിലും തരത്തിൽ രാഹുലിനെ ഒന്ന് വിളിച്ച് ചോദിക്കാൻ പോലീസിനെ കൊണ്ട് സാധിച്ചോ? പിന്നെ എന്തിനാണ് അയാളെ വേട്ടയാടുന്നത്? അയാളെ എന്തിനാണ് വേട്ടയാടുന്നത്? പിന്നെ എന്തിനാ അയാൾ വരാതിരിക്കണം നിയമസഭയിൽ? വരാതിരിക്കാൻ അവൻ ചെയ്ത തെറ്റെന്താണ്? മറ്റൊരു പ്രേക്ഷകൻ ചോദിക്കുകയാണ്. ഇഫ് മുകേഷ് ക്യാൻ കം ടു നിയമസഭയിൽ മുകേഷിന് വരാമെങ്കിൽ, മുകേഷിന് മാത്രമല്ല, മുകേഷ് ഉണ്ട്, AK ശശീന്ദ്രൻ ഉണ്ട്, മുമ്പ് തോമസ് ഐസക് ഉണ്ടായിരുന്നു, കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടായിരുന്നു, P ശ്രീരാമകൃഷ്ണൻ ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ നിയമസഭയിൽ കഴിഞ്ഞ പിണറായി വിജയന്റെ കഴിഞ്ഞ ടൈമിൽ ആദ്യത്തെ 5 വർഷത്തിൽ മന്ത്രിസ്ഥാനത്തും സ്പീക്കർ സ്ഥാനത്തും ഒക്കെ ഇരുന്നവരാണ്. ഇവരൊക്കെ 5 വർഷം പൂർത്തിയാക്കിയവരുമാണ്. ഇവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനും വരാം. അത്രയേ ഉള്ളൂ കാര്യം. യെസ്, വന്നേ പറ്റൂ. അയാൾ ഇലക്റ്റഡ് മെമ്പർ ആണെന്ന് പറയുന്നു. എന്തുകൊണ്ട് അയാൾക്ക് വരുന്നുകൂടാ? എന്തർത്ഥത്തിലാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്നാണ് ചോദ്യം. ഈ ചോദ്യത്തിന് എന്താണ് പ്രസക്തി എന്നാണ് മറ്റുള്ളൊരു പ്രേക്ഷകൻ. ഒരു സർക്കാർ 9 കൊല്ലം ഭരിച്ചിട്ട് ജനതയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയാനില്ലാത്ത ഒരവസ്ഥ. എന്ത് നാണക്കേട്. ശങ്കരാടി പറഞ്ഞതുപോലെ കൊള്ളാവുന്ന ചെറുപ്പക്കാരെ വല്ല ഗർഭക്കേസിലും കൊടുക്കുക, റിസൾട്ട് എന്തായാലും കുറച്ചുനാൾ സഖാക്കൾക്ക് ആനന്ദം പകരുക. കറക്റ്റാണ്. ജനങ്ങൾ വിഡ്ഢികളല്ല. അത് മാത്രം ഇവിടുത്തെ സഖാക്കളും മാപ്രകളും ആലോചിച്ചാൽ മതി. മാധ്യമങ്ങളാണ് ഈ വേട്ടയ്ക്ക് മുന്നിൽ നിന്ന് നയിച്ചത്. മാധ്യമങ്ങളാണ്. ഈ മാധ്യമങ്ങൾ അവരുടെ വ്യൂവർഷിപ്പ് മാത്രം, രാഹുൽ മാത്രമാണ് അവരുടെ വ്യൂവർഷിപ്പ്. ഒരു കാലത്ത് വേടനായിരുന്നു. അന്ന് വേടനല്ലാത്ത വാർത്തകൾ ഒന്നുമല്ലാതെ, വ്യൂവർഷിപ്പ് ഇല്ലാതെ ഇങ്ങനെ കുഴങ്ങി കലങ്ങി തെളിഞ്ഞ് മറിഞ്ഞിങ്ങനെ കളിച്ചപ്പോൾ വേടൻ മുന്നിൽ നിന്ന് ഇവരുടെ വരുമാനങ്ങൾ കൂട്ടിക്കൊണ്ടിരുന്നു. ഇന്ന് വേടനില്ല. ഇന്ന് ആ സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടമാണ്. ഒരു പടി കൂടി കടന്നാണ്. വേടൻ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ വ്യൂവർഷിപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയങ്ങൾക്ക് മാധ്യമങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായിട്ട് ഇല്ലാ വാർത്തകൾ, ഇല്ലാ കഥകൾ ഉണ്ടാക്കി രാഹുലിന്റെ പേരിൽ ഇല്ലാ കഥകളും ഇല്ലാ വാർത്തകളും ഉണ്ടാക്കി പ്രചരിപ്പിക്കുക വ്യൂവർഷിപ്പിന് വേണ്ടി മാത്രം. ജനങ്ങളെ നിങ്ങൾ വിഡ്ഢിയാക്കരുത്. ജനങ്ങളെ നിങ്ങൾക്ക് വിഡ്ഢിയാക്കാൻ കഴിയില്ല. ഇന്നിപ്പോ നിങ്ങൾ നടത്തിയ സർവേ അത് നിങ്ങൾക്ക് പറയാൻ കഴിയില്ലല്ലോ. അത് മാധ്യമ പെയ്ഡ് പോളാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ലല്ലോ. അതിൽ വന്ന് കമന്റ് ചെയ്തവരൊക്കെ പെയ്ഡായിട്ട് ചെയ്തതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറയുമോ? അപ്പോ നിങ്ങളുടെ മടയിൽ കയറി നിങ്ങളുടെ അണ്ണാക്കിലാ ജനം പറഞ്ഞത്. നിങ്ങളുടെ ഈ നിലപാടുകൾ, ഈ സമീപനങ്ങൾക്കുള്ള താക്കീതാണ്. ഇനിയും നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം വിഷയം അത് ജനങ്ങളിൽ രാഹുലിന്റെ അക്സെപ്റ്റൻസ്, അയാളുടെ ജനപ്രീതി അത് വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത്.